ആരും ഇല്ലേ വീട്ടിൽ? ചേച്ചി ആരാ? മോളെ അമ്മ എന്തിയടാ? അമ്മ അകത്തോണ്ട് വിളിക്കണോ? ആന്റി ഒന്ന് വിളിയതാ അവനെ. അമ്മ ഇങ്ങോട്ട് വന്നാണ്. ആന്റി വന്നേക്കുന്നു, ഇങ്ങോട്ട് വാ. മോനെ ഇവിടെ ഇരിക്കട്ടെ. ആ നീയോ? തുണിയും കൊണ്ട് വന്നതോ? ഇവിടെ തുണിയൊന്നും ഇപ്പം വേണ്ട, പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നോക്കട്ടെ. ചേച്ചി പറഞ്ഞിട്ടാ വന്ന. ചേച്ചി പറഞ്ഞായിരുന്നു കൊണ്ടുവരാൻ വിളിച്ചപ്പോൾ. തൈലം കൊണ്ടുവന്നിട്ടുണ്ടോ നീ? ഉണ്ട് ചേച്ചി. എന്തായാലും തുണി കാണിയില്ലേ. ഓ ഇതൊക്കെ എത്ര രൂപ വില? 350 രൂപ എന്നൊക്കെ ഭയങ്കര വില കേട്ടോ. അവിടെയൊക്കെ ചന്തയിലൊക്കെ പോയാൽ അവിടെ ഒരു കടയുണ്ട് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നത്. അതിൻ്റെ 200 രൂപയ്ക്കൊക്കെയാണ് ഈ ടോപ്പൊക്കെ കൊടുക്കുന്നത്. എന്തായാലും തുണിയൊന്നും ഇപ്പോൾ വേണ്ട, നീ ഒരു തൈലം വിലയാട്ടോ, ഭയങ്കര വില. വേണ്ട വേണ്ട, തൈലം ഉണ്ടെങ്കിൽ വേണ്ടെന്ന് നീ മിണ്ടായി. ഇത് ഭയങ്കര വില. കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിയല്ലേ? വേറെന്തൊക്കെയോ ഉണ്ടോ ഇതിനകത്ത്? തൈലം ഉണ്ടെങ്കിൽ തന്നാൽ മതി. ഇപ്പം അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് ഒരു തൈലം നീ വരുവാണെങ്കിൽ ഒന്ന് മേടിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛനത് അന്ന് കഴിഞ്ഞ തവണ മേടിച്ചത് തീർന്നു പോയി. തൈലം എങ്ങനെയായിരുന്നു വില? 90 രൂപ. ഇത് ഞങ്ങൾക്ക് കാച്ചാറേ കുറച്ച് പൂന്തോട്ടി ഏതാണ്ടൊക്കെ കാച്ചുന്നത് ഇങ്ങനെ കണ്ടായിരുന്നല്ലേ. അതാണോ? നീ വേറെ എവിടുന്നേലും മേടിക്കാൻ കൊണ്ടുവരുന്നതാണോ? എന്തായാലും 150 രൂപയ്ക്കൊന്നും ഇല്ല കേട്ടോ, ഇത് 100 രൂപ. നിന്റെ കൊച്ചങ്ങകത്ത് കയറിപ്പോയില്ലേ? കൊള്ളാം. ഇതെപ്പോ അകത്ത് കയറിപ്പോയി? എന്നാ കൊച്ചു കരയുന്ന എടുത്തോ. 150 രൂപ ചേച്ചി. ഇപ്പം എൻ്റെ 100 ഉള്ളൂ, കൊണ്ടുപോകും. പിന്നെ വരുമ്പോൾ നോക്കാം. അല്ലേ 100 മതി. എന്തോ സാധനങ്ങളൊക്കെ കാട്ടിൽ നിന്ന് കുറച്ചുണ്ടാക്കുന്നതല്ലേ, 100 രൂപ മതി. ചേച്ചി നല്ല പണിയുണ്ട് ചേച്ചി. അതൊന്നും എന്തോ പറയാനാ, അതൊക്കെ പണിയൊക്കെ കാണും. 100 രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് 60 രൂപയ്ക്ക് കിട്ടുന്നത്. ഞങ്ങൾ തൈലം 100 രൂപ ഭയങ്കര നഷ്ടമാണ് ചേച്ചി. എനിക്ക് 50 രൂപയെ കിട്ടത്തുള്ളൂ. എന്നാലും ഞാൻ പോവുക ചേച്ചി, ഇവിടം വരെ വന്നതല്ലേ. നമ്മളെ മുകളിലത്തെ വീട്ടിൽ ആളുണ്ടോ? അറിയത്തില്ല ആന്റി, കാണുമായിരിക്കും. നോക്ക്, അവിടെയും കൂടെ കയറിയിട്ട് പോവാം. അമ്മ അങ്ങ് കയറിപ്പോയല്ലേ മോളെ? അമ്മ അങ്ങ് പോയി അടുക്കളയിൽ. ശരി, എന്തായാലും ഞാൻ പോവാം മോളെ. മോളൊന്ന് പറഞ്ഞേക്കൂടാ. പറയാം ആന്റി, പറയാം. മക്കള് നന്നായിട്ട് പഠിക്കണം. അമ്മയ്ക്ക് ആ ടോപ്പ് മേടിച്ചുകൂടായിരുന്നു? നല്ല ടോപ്പായിരുന്നു ആ ടോപ്പ്. ചുമ്മാ ആ ടോപ്പൊന്നും മേടിക്കണ്ട. അതൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതെന്ന് ആർക്കറിയാം. അതൊക്കെ ഇല്ല കൊല്ലത്തിൽ റോഡിലിട്ടും കണ്ട് വിൽക്കുന്ന, അങ്ങനെ കണ്ട് കിട്ടുന്നത്. അവൾക്ക് വലിയ ഇതൊന്നും ഉള്ളതില്ല. നമുക്ക് കടയിൽ പോയി മേടിക്കാം. വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല അത്ര കൊള്ളത്തൊന്നുമില്ല. നീ വാ ചോറ് തന്നെ. അവർ പോയോ? അവള് പോയോ? പോയി. വാ പോവാം.